ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫ്രോഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. സൈലൻസ് ആസ് ഫ്രോഡ്. ഇവിടെ മൗനം നമ്മൾ ഫ്രോഡായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ്. ഒരാൾ സൈലൻ്റായി നിന്ന് കഴിഞ്ഞാൽ അത് ഫ്രോഡാവുമോ എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 17 ഓഫ് ദി കോൺട്രാക്റ്റ്, mere silence as to fact likely to affect the willingness of a person to enter into a contract is not fraud. ഇവിടെ ഒരാൾ സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ഫ്രോഡായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഒരാളോടൊരു ഒരു സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, അയാളൊന്നും മിണ്ടുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയണില്ല എങ്കിൽ അയാളുടെ മൗനം സമ്മതമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് സെക്ഷൻ 70 പറയുന്നത്. അതാണ് ഇവിടെ ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ ഒരു ഫ്രോഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇതിന് കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ഈ റൂൾസിൽ വരുന്ന കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങളിൽ സൈലൻസ് പറ്റൂല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നോക്കാം. ഒന്നാമത്തേതാണ് കോൺട്രാക്റ്റ് ഓഫ് ഉബറി മേഫിദെ. അതൊരു വേറൊരു ലാംഗ്വേജിൽപ്പെട്ട വാക്കാണ് ഉബറി മേഫിദെ. അത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അതാണ് ഉബറി മേഫിദേൻ്റെ മീനിങ് വരുന്നത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, കോൺട്രാക്റ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അഥവാ പൂർണ്ണ വിശ്വാസമുള്ള ഒരു കരാറാണ് എങ്കിൽ അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കാം എന്താണ്. ഇൻ ദിസ് കേസ് a contract of uberime fide law impose upon the parties the duty of making true and full disclosure of all material fact. ഇവിടെ എല്ലാ ഫാക്റ്റുകളും എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആ തരത്തിലുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പീക്ക് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഡ്യൂട്ടിയാണ്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും തന്നെ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനോ പറ്റൂല. മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് ഫ്രോഡായി മാറും. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനെ പറയേണ്ട വിഷയങ്ങൾ പറയുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് അതിനെ നമ്മൾ കോൺട്രാക്റ്റായിട്ട് പരിഗണിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഫ്രോഡിൻ്റെ പരിധിയിൽ വരും. ഒരാൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു. അത് ഇയാൾ പറയേണ്ട കാര്യമായിരുന്നു, പക്ഷെ അയാൾ പറഞ്ഞില്ല. അയാൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും, അത് ഫ്രോഡായിട്ട് മാറുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്, മാരേജ് പോലെയുള്ള കാര്യങ്ങളിലെല്ലാം സ്പീക്ക് ചെയ്യൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൈലൻസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സ്പീക്ക് ചെയ്യൽ നിർബന്ധമാണ്. രണ്ടാമത്തേതാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. നമ്മൾ തൊട്ട് മുമ്പ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തികൾ തമ്മിലുള്ള ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രക്തബന്ധം അല്ലെങ്കിൽ അത്രയധികമുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വിധേയത്വം കാണിക്കേണ്ട ഒരു ബന്ധത്തെയാണ് നമ്മൾ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നോക്കാം, വേർ വൺ പാർട്ടി പ്രപ്പോസ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അനദർ പാർട്ടി മസ്റ്റ് റിവീൽ ദ ട്രൂത്ത്. ഇവിടെ എന്ത് ചെയ്യണം, നമ്മളൊരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആണ് എങ്കിലും അവിടെ ഒരു സൈലൻ്റ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ സ്പീക്ക് ചെയ്യൽ നിർബന്ധമാണ്, നമ്മൾ പറയൽ നിർബന്ധമാണ്. അത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ. ഇപ്പോൾ നോക്കാം, ഒരു പാരൻ്റ് ഒരു ചിൽഡ്രൻ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ചിൽഡ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും, പേരൻ്റ് ആയിരിക്കും. അപ്പോൾ പേരൻ്റ് എന്ത് ചെയ്യണം, ചിൽഡ്രനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കണം, മൗനമായി നിൽക്കാൻ പാടില്ല. കാരണം ഒരു ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വരില്ല. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഈ പറയുന്ന രൂപത്തിൽ റിവീൽ ചെയ്തിരിക്കണം. എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് റിവീൽ ചെയ്തിരിക്കണം. അതാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് എഫക്റ്റ് ഓഫ് ഫ്രോഡ്. ഈ ഫ്രോഡ് സംഭവിച്ചു, ഇനി എന്താണ് ചെയ്യുക?
അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. നോക്കാം. ദ അഗ്രീവ്ഡ് പാർട്ടി യൂഷ്വലി ഹാസ് ദ ഫോളോയിങ് റെമഡീസ്. അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറയുന്ന ഫ്രോഡ് ചെയ്യപ്പെട്ട വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ ഞാനാണ് അഗ്രീവ്ഡ് പാർട്ടി. അപ്പോൾ എനിക്കിനി എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒന്നാമത്തത്, ദ ഇൻജൂർഡ് പാർട്ടി ക്യാൻ റിസൈൻ ഓർ ക്യാൻസൽ ദ കോൺട്രാക്റ്റ്. ഇൻജൂർഡ് പാർട്ടി അഥവാ അഗ്രീവ്ഡ് പാർട്ടി, പരിക്ക് പറ്റിയ പാർട്ടി, അയാൾക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ റിസൈൻ ചെയ്തു പോകാൻ എന്ത് ചെയ്യും, സാധിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സ്യൂ ഫോർ ഡാമേജ്. ഈ ഫ്രോഡ് കാരണത്താൽ എന്തെങ്കിലും ഒരു ഡാമേജ്, എന്തെങ്കിലും ഒരു നഷ്ടം ഈ പറയുന്ന അഗ്രീവ്ഡ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇയാൾക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്, ഹി ക്യാൻ ഇൻസിസ്റ്റ് ഓൺ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് on the condition that he shall be put in the position in which he would have been if the representation made been true. അഥവാ ഇവിടെ ഓൾറെഡി എന്താണ്, ഡെസീവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. ആ റെപ്രസെൻറ്റേഷനെ ഈ ചതിക്കപ്പെട്ട ആൾ അംഗീകരിക്കുകയാണ് എങ്കിൽ ആ കോൺട്രാക്റ്റുമായി മുന്നോട്ട് പോവാം. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് ചെയ്യണം, പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ ട്രൂ ആയത് എന്താണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഫ്രോഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് പറയാനുള്ളതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ഫ്രോഡ് പറഞ്ഞത് എന്താണ്, ഒരു ചതിക്കുക, ഡെസീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നടത്തുന്ന ഫാൾസ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ഫ്രോഡ് എന്ന് പറഞ്ഞത്. എന്നാൽ മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ് നോക്കാം. മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റ് മെറ്റീരിയൽ ടു ദ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഫാക്റ്റിലെ മിസ്സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അഥവാ മിസ്റെപ്രസെൻറ്റേഷൻ ഇസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ് ടു ബി ട്രൂ ഓർ വിച്ച് ഹി ഡസ് നോട്ട് നോ ടു ബി ഫാൾസ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൽപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യം തെറ്റാണ്. പക്ഷെ ഇയാൾക്കറിയില്ല അത് തെറ്റാണ് എന്നുള്ള കാര്യം അറിയാതെ ശരിയാണ് എന്നുള്ള ധാരണയിൽ എന്ത് ചെയ്തു, അയാൾ പറഞ്ഞു. പക്ഷെ അത് തെറ്റാണ്, കോൺട്രാക്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന ആൾക്കറിയില്ല അതൊരു തെറ്റായ കാര്യമാണ്, അത് നമ്മൾ കോൺട്രാക്റ്റുമായി എതിരായി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അറിയാതെ എന്ത് ചെയ്തു, ഒരാൾ റെപ്രസെൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെയാണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചതിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇവിടെ നിലനിൽക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇയാൾ പറയുന്നത്, പക്ഷേ പറയുന്ന കാര്യം എന്താണ്, തെറ്റാണ്. അതിനെയാണ് നമ്മൾ മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. മിസ്റെപ്രസെൻറ്റേഷൻ ആണത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എസെൻഷ്യൽസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. ഈ മിസ്റെപ്രസെൻറ്റേഷൻ ആവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റാണ് ദ റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ ഇന്നസെൻ്റ്ലി. നിഷ്കളങ്കമായിട്ട് ആ ഒരു റെപ്രസെൻറ്റേഷൻ നടത്തിയിരിക്കണം. കാരണം അയാളുടെ മനസ്സിലൊന്നുമില്ല, ചതിക്കുക എന്നുള്ള ഉദ്ദേശമില്ല, പക്ഷെ അയാൾ പറഞ്ഞത് തെറ്റായിപ്പോയി. That is honestly believing it to be true without the intention of deceiving the other party. ഇത് സത്യസന്ധമായി ബിലീവ് ചെയ്തിട്ടായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ചതിക്കുക എന്നുള്ള ഉദ്ദേശം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇങ്ങനെയാണ് എങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി രണ്ടാമത്തെ പറയുന്നത് മിസ്റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ഓഫ് ഫാക്ട് മെറ്റീരിയൽ ടു ദ കോൺട്രാക്റ്റ് ആൻഡ് നോട്ട് മിയർ ഒപ്പീനിയൻ ഓർ ഹിയർസേ. ഈ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഫാക്റ്റിൽ വരുന്ന ഒരു ഫാൾസ് ആയിരിക്കും സംഭവിക്കുക. ഫാൾസ് ഫാക്റ്റ് മെറ്റീരിയൽ കോൺട്രാക്റ്റിൽ വരുന്ന ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. മെറ്റീരിയൽ ഫാക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് പരിഗണിക്കുക. ഇതുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനായിട്ട് പറഞ്ഞതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യൂല. ഒരാളൊരു ഒപ്പീനിയനായിട്ട് പറഞ്ഞു, പക്ഷെ അത് കോൺട്രാക്റ്റുമായിട്ട് എഗ്രിമെൻറ്റിൽ വരുന്ന ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമുക്കതിനെ മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി സാധിക്കൂല. അതാണ് ഇവിടെ
പറയുന്നത്. അയാൾ പറഞ്ഞതിൽ ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നതിൽ സംഭവിക്കും. അതൊന്നും മിസ്റെപ്രസെൻറ്റേഷൻ അല്ല. നമ്മുടെ മെറ്റീരിയൽ ഫാക്റ്റിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ നോക്കുന്നതാണ് the representation must be untrue but the person making it should honestly believing it to be true. ഇവിടെ അൺട്രൂ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, സത്യമല്ലാത്ത ഒരു കാര്യമായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇയാൾ പറയുന്നത്. പക്ഷെ ഇയാളത് ഹോണസ്റ്റ്ലി ബിലീവ് ചെയ്തിട്ടുണ്ട്, അയാൾ വിശ്വസിക്കുന്നുണ്ട് എന്നിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇനി നാലാമത്തെ പോയിന്റാണ് the representation must be made with a view to inducing the other party to enter into a contract and the other party must have acted in the faith of representation. ഇവിടെ എന്താണ്, മറ്റുള്ള ഒരു പാർട്ടിയെ സ്വാധീനിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ അത് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അറിയാതെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ വ്യക്തികൾ ആക്ട് ചെയ്യുന്നത്. അതാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് എഫക്റ്റ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെ മിസ്റെപ്രസെൻറ്റേഷൻ സംഭവിച്ചു, ഇനി എന്ത്, അല്ലെങ്കിൽ ഇനി എന്താണ് ആ കോൺട്രാക്റ്റിന് സംഭവിക്കാൻ പോകുന്നത്, അതാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ദ അഗ്രീവ്ഡ് പാർട്ടി ഹാസ് ദ ഫോളോയിങ് 2 ഓപ്ഷൻ. 2 ഓപ്ഷനാണ് മിസ്റെപ്രസെൻറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഹീ ക്യാൻ റിസൈൻ ഓർ ക്യാൻസൽ ദ കോൺട്രാക്ട്. അയാൾക്ക് എന്ത് ചെയ്യാം, ഈ മിസ്റെപ്രസെൻറ്റേഷൻ നടന്നത് കാരണത്താൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, ഹീ മേ ആക്സെപ്റ്റ് ദ കോൺട്രാക്ട് and insist that he shall be put in the position in which he would have been if the representation made had been true. ഇവിടെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇയാൾക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, ഈ കോൺട്രാക്റ്റിൽ മിസ്റെപ്രസെൻറ്റേഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ശരിയായ വശം എന്താണ് ട്രൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ മിസ്റെപ്രസെൻറ്റേഷൻ നടന്നിട്ടുള്ളൊരു കോൺട്രാക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് എഫക്റ്റ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.